നിലമ്പൂരിലേക്ക് പ്രിയങ്ക എത്തുന്നു എന്നത് CPIM-നെ സംബന്ധിച്ച തലയിൽ ഇടുത്തി വീഴുന്നതിന് തുല്യമാണ്. അതുകൊണ്ട് തന്നെ പ്രിയങ്കയുടെ വരവിന് മുൻപ് തന്നെ കോൺഗ്രസിനെതിരെ അർദ്ധരാത്രി നാടകവുമായി എത്തുവാനും അവർ മടി കാണിച്ചില്ല. കാരണം നേരം പുലരുന്നതിന് ശേഷം പ്രിയങ്കയുടെ വ്യക്തിപ്രഭാവത്തിലായിരിക്കും കോൺഗ്രസ് പ്രചാരണമെന്നും അതെല്ലാം വോട്ടായി പെട്ടിയിൽ വീഴുമെന്നതും CPIM-ന് നല്ല ധാരണയുള്ളത് കൊണ്ട് തന്നെയാണ് ഇത്തരമൊരു തരം താഴ്ന്ന രാഷ്ട്രീയമായി എത്തിയത്. എന്തായാലും പ്രിയങ്ക എത്തിക്കഴിഞ്ഞു. ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം. Careful. തോൽവിയെ ഭയന്നതുകൊണ്ട് തന്നെയാണ് പെട്ടി നാടകവുമായി CPIM പറഞ്ഞുവിട്ട പോലീസ് എത്തിയത്. കാരണം പിണറായിയെ കൊണ്ട് നിലമ്പൂർ വോട്ട് പിടിക്കാൻ കഴിയില്ല എന്ന് നല്ല പോലെ CPIM-നും ധാരണ ഉണ്ടായിട്ടുണ്ട്. അതേസമയം പ്രിയങ്കയെ കൊണ്ടാവുമെന്നും അവർക്ക് നല്ല പോലെ അറിയാം. എന്നാൽ പരിശോധനയ്ക്കെത്തിയ തിരഞ്ഞെടുപ്പ് കമ്മീഷനെയും പോലീസിനെയും ഷാഫിയും മാങ്കൂട്ടവും ചേർന്ന് തേച്ചൊട്ടിച്ചു. ഇന്നലെ രാത്രി 11 മണിയോടുകൂടിയായിരുന്നു സംഭവം നടക്കുന്നത്. ഷാഫിക്കും രാഹുലിനും പുറമെ യൂത്ത് ലീഗ് ജനറൽ സെക്രട്ടറി PK ഫിറോസും വാഹനത്തിൽ ഉണ്ടായിരുന്നു. ഷാഫി പറമ്പിലായിരുന്നു വാഹനം ഓടിച്ചത്. നേതാക്കളോട് പുറത്തിറങ്ങാൻ ആവശ്യപ്പെട്ട ഉദ്യോഗസ്ഥർ വാഹനത്തിൽ ഉണ്ടായിരുന്ന പെട്ടി തുറന്ന് പരിശോധിക്കുക മാത്രമല്ല ഷാഫിയുടെ മുഖത്തേക്ക് ടോർച്ച് അടിച്ചാണ് പരിശോധന തുടങ്ങിയത്. ഇതിനിടെ ഷാഫി പറമ്പിലും രാഹുൽ മാങ്കോട്ടത്തിലും ഉദ്യോഗസ്ഥരോട് കയർത്തു. സംഭവത്തിന്റെ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. ആ ദൃശ്യങ്ങൾ കൂടി കാണാം. നോക്കേട്ടാ അത് മന്ത്രിമാരുടെ വണ്ടി വെച്ചാണ് എന്താ ചെയ്യുന്നത്. ഒരു വണ്ടി തുറന്നത് കണ്ടിട്ടുണ്ട്. ഒരു മന്ത്രി വണ്ടി നീ ഒന്നും ചെയ്തിട്ടില്ല. പെട്ടി തുറക്കണമെന്ന് എന്നോട് പറഞ്ഞല്ലോ താങ്കൾ. പെട്ടി തുറക്കാനാ പറഞ്ഞു, ഓപ്പൺ ചെയ്യാനല്ല. ഡിക്കി ഓപ്പൺ ചെയ്തിട്ട് എന്നോട് പെട്ടി തുറക്കാൻ എന്നോട് പറഞ്ഞു. ഞാൻ ആ പെട്ടി എടുത്ത് പുറത്ത് വെച്ചിരിക്കുന്നു. ഫുള്ള് തുറന്നു. ജസ്റ്റ് അല്ല ഇപ്പൊ ചെയ്യണ്ടേ. ഇപ്പൊ എന്താ ചെയ്യേണ്ടത്? മേലെ നോക്കിയാൽ കാണും. എല്ലാം തുറന്നിട്ട് വെച്ചാൽ നിങ്ങൾ നാളെ വേറെ വല്ലതും പറഞ്ഞാൽ നീ പെട്ടി തുറക്കുന്ന റെക്കോർഡ് ചെയ്യുമോനെ. നീ ഇമ്മരൊക്കെ നാളെ എന്താ സ്വഭാവം വെച്ചിട്ട് എന്താ പറയാന്നറിഞ്ഞു. അതിന്റെയൊക്കെ സ്വഭാവം നീതി നിർമ്മാണത്തിന്റെ അർത്ഥത്തെ എല്ലാം ഉണ്ടെന്ന് അത് കണ്ടറിയാലോ. ഇവിടെ എത്ര CPM MLA-മാരുടെ വണ്ടി ഇതുവരെ ഒരെണ്ണം പറഞ്ഞിട്ടുണ്ടോ? ഒരു മന്ത്രിയുടെ മാത്രം കളഞ്ഞിട്ടുണ്ടോ? ഇവരുടെയൊക്കെ സ്വഭാവം എന്താണെന്ന് അറിയാം. വല്ല പൈസയോ കള്ളപ്പണോ നീലപ്പെട്ടിയോ അല്ല അതല്ല എന്തെങ്കിലും പൈസ കിട്ടിയോ ചോദിക്കുക. നീലപ്പണോ പൈസയോ പെട്ടി എന്തെങ്കിലും കിട്ടിയോ? ഇല്ല അല്ലേ. നീലപ്പെട്ടിയൊന്നും കിട്ടിയില്ലല്ലോ. നോക്കിയിട്ട് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ ചോദിക്കുക. അപ്പോ പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ. ഈ നാടകമെല്ലാം കണ്ടു ബോധ്യമായല്ലോ. പ്രിയങ്ക എത്തും മുൻപേ കോൺഗ്രസിന്റെ ഇമേജിന് കോട്ടം വരുത്തുവാൻ CPIM നടത്തിയ നാടകമാണ് മുകളിൽ നിങ്ങൾ കണ്ടത്. പാലക്കാടിലെ പെട്ടിയും കാലി, നിലമ്പൂരിലെ പെട്ടിയും കാലി. CPIM-ന്റെ വോട്ട് പെട്ടിയും പാലക്കാടിലെ പോലെ തന്നെ കാലിയാകും എന്ന കാര്യത്തിൽ ഇനി യാതൊരു സംശയവുമില്ല.